നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എന്താടിയാ ജയേഷിന് പ്രശ്നം? പറയേ. നിന്റെ ഈ കണ്ണീരിലൊന്നും ഞാൻ വീഴില്ല. നീ പ്രതീക്ഷിച്ചിരിക്കുന്നവനെ നിന്നെ മോളെ കയ്യേക്കാനും പോകുന്നില്ല. അത് ഞാൻ ഉറപ്പിച്ചു. ഞാൻ രണ്ടിലൊന്ന് തീരുമാനിച്ചു. ജയേഷുമായിട്ടുള്ള നിന്റെ വിവാഹം ഞാൻ നടത്തും. മുത്തശ്ശി വെറുതെ അമ്മയെ വഴക്ക് പറയല്ലേ? വഴക്കു പറയല്ല, ഇവളെ ഞാൻ തല്ലി കൊല്ലും. എന്നിട്ട് ഞാനും ചാവും. ഈശ്വര, എനിക്ക് ഇങ്ങനെ എന്തിനീ ജന്മം തന്നു എന്നും ദുഃഖിക്ക മാത്രോ? നാട്ടിലൊക്കെ ചീത്തപ്പേരുണ്ടാക്കി. എന്നിട്ടും അവൻ ഇങ്ങോട്ട് കെട്ടാൻ തയ്യാറായിട്ട് വന്നു. അപ്പോഴും അവൾ എന്നെ വേദനിപ്പിക്ക. ഞാൻ പറഞ്ഞു എനിക്ക് വിവാഹം വേണമെന്ന്. ഞാൻ അങ്ങനെ പറഞ്ഞോ? പിന്നെ നീ ആരെ കാത്തിരിക്കോടി? അവനെയോ ആ അരുണിനെയോ? മോള് നിൽക്കുന്നു, അല്ലെങ്കിൽ എന്റെ വായിന്ന് കേട്ടനെ നീ. മോള് വിഷമിക്കണ്ട. ഇപ്പൊ വന്നില്ലേ ആ അങ്കിളിനെയാ മോളിനെ അച്ഛാന്ന് വിളിക്കാൻ പോകുന്നത്. അച്ഛാന്നോ? ആ SI ജയേഷിനെയോ? അതെ മോളെ, മോളിനി പേര് വിളിക്കരുത് കേട്ടോ. എന്നെ എന്റെ അമ്മയും ഒരുപാട് ഉപദ്രവിച്ച ആളാ ആ ജയേഷ്. അയാളെ എനിക്ക് പേടിയാ. ഇനി അയാളിവിടെ വരരുതെന്ന് മുത്തശ്ശി പറയണം കേട്ടോ. അങ്ങനെയല്ല മോളെ കാര്യങ്ങള്. ഇപ്പൊ ജയേഷ് നല്ല ആളാ. മോളുടെ അമ്മയെ ജയേഷാ വിവാഹം കഴിക്കാൻ പോകുന്നേ. ആരൊക്കെ എതിർത്താലും താമസിയാതെ ഈ വിവാഹം നടക്കും. മുത്തശ്ശി, ഞാനൊരു ഐഡിയ പറയട്ടെ? ആ പറയ് കേക്കട്ടെ. അങ്ങനെയെങ്കിലേ അരുണങ്കിളില്ലേ, ആ അങ്കിൾ അമ്മയെ കല്യാണം കഴിച്ചാലോ? അതാവുമ്പോ അരുണങ്കിള് പാവ, എന്നോട് നല്ല ഇഷ്ടാ. എന്നാ ഞാൻ അരുണങ്കിളിനെ അച്ഛാന്ന് വിളിക്കാം. എന്റെ ഐഡിയ എങ്ങനെയുണ്ട്? പഠിപ്പിച്ച് വഷളാക്കി വച്ചിരിക്കുക. അമ്മയ്ക്ക് അരുണങ്കിളിനെ കല്യാണം കഴിക്കുന്നത് ഇഷ്ടല്ലേ? എന്നാലേ ഇനി അരുണങ്കിളിനെ കാണുമ്പോ ഞാൻ ഈ ഐഡിയ പറയാം. എന്താ? വേണ്ട മോളെ, അതൊന്നും വേണ്ട വേണ്ട. അതെന്താ? അമ്മയ്ക്ക് അരുണങ്കിളിനെ ഇഷ്ടല്ലേ? ശ്രീകുട്ടി, നീ പോയി പഠിച്ചേ. ഞാൻ പഠിക്കാം. എന്നാലും അരുണങ്കിളിനെ കല്യാണം കഴിക്കുന്നത് അമ്മയ്ക്ക് ഇഷ്ടല്ലേ? പറയമ്മേ, പറയമ്മേ, ഇഷ്ടല്ലേ? പറയമ്മേ, ഇഷ്ടല്ലേ? അമ്മേ, അമ്മയ്ക്ക് ഇഷ്ടമായിരുന്നെങ്കിലിനെ പറയാത്തതാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.